ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നിങ്ങൾക്ക് അറിയായിട്ടില്ലേ, ഞങ്ങളുടെ ചാനൽ തുടങ്ങിയിട്ട് തന്നെ ഒരു 2 years 2.5 hours ഐ തിങ്ക്. ഏപ്രിൽ 23rd നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടത്. അപ്പോൾ ഞങ്ങൾക്കൊരു സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ശേഷം ഐ തിങ്ക് എന്താ പറയാ, നമ്മൾ സെക്കൻഡ് വീഡിയോ ഇട്ടപ്പോഴാണ് മീൻസ് ഒരു ദിവസം ആ വീഡിയോസൊക്കെ ആൾക്കാർ കണ്ടേ. അപ്പോൾ നമ്മുടെ കസിൻ എന്തോ ആണ് സബ്സ്ക്രൈബ് ചെയ്തത് തോന്നുന്നത്. അതിൻ്റെ ശേഷം ഐ തിങ്ക് ഒരു വീഡിയോ ഇട്ടിരുന്നു, മീൻസ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് ഓൾഡസ്റ്റ് വീഡിയോ. നമുക്ക് ഇതാണ് നമ്മുടെ ഓൾഡസ്റ്റ് വീഡിയോ. അപ്പോൾ അപ്പോൾ ഗായ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, അത് സെക്കൻഡ് ഇതാണ്. സെയിം ദിവസം തന്നെ കേട്ടോ. ശരിക്കും ഇതിൻ്റെ കോമഡി പറഞ്ഞാൽ ഇവര് റൊമാൻസം കാണുന്ന, ഫാമിലി റൊമാൻസം കാണുന്ന എനിക്കറിയിക്കല്ലോ. ഈ ചാനൽ ഞാൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു റൊമാൻസം കാണുന്നിടയ്ക്ക് ഞാൻ എടുത്തതാണ്. എനിക്ക് ഇതിനോടും ഇവരോടൊക്കെ നല്ല വിശ്വാസമുണ്ട്. സെക്കൻഡ് സെയിം ദിവസം. പിന്നെ ഇത് ഞങ്ങൾ വേറെ ദിവസം എടുത്ത് ഞാൻ ഈ കാക്കയും കൂടി ഇടിയിലെ ഇക്കാക്കാന്നല്ല കളിക്കാം. പക്ഷെ ഇത് കണ്ടിട്ടാ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടായി. ഞങ്ങൾക്ക് അത്യാവശ്യം വ്യൂസ് ആയിട്ടുണ്ട്. ആദ്യം ഇട്ടതിന് തന്നെ 88 ആയിട്ടുണ്ട്. അത് ആലോചിക്കുമ്പോഴാ നമുക്കിങ്ങനെ നോക്കാലോ. കുറെ വർഷമായില്ലേ ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്. ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ ചാനല് കുറച്ച് വർഷമായി. അതെ, 106 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലേ, നമുക്ക് 106. അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ഇട്ടതിന് കമന്റ് നോക്കാത്ത എൻ്റെ ഈ കാക്കയുടെ ഫ്രണ്ടൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടുള്ള ആങ്ക് ആക്കിയിട്ടാണ്. അപ്പോൾ ഗായ്സ് വെയിറ്റ് എ മിനിറ്റ്, ഒരു ഗസ്റ്റിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഗായ്സ് ഇതാണ് ഞാൻ പറഞ്ഞ ഗസ്റ്റ്. ഞങ്ങളുടെ പേര് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എൻ്റെ പേര് ക്യാബ് മുഹമ്മദ്. വീട്ടിൽ വിളിക്കുന്ന പേര് കാബ. എനിക്ക് 8 വയസ്സ്. 26-ൽ എനിക്ക് 9 വയസ്സാവും. പിന്നെ എൻ്റെ ജോലി പറഞ്ഞാൽ പഠിക്കണത് 3ാം ക്ലാസ്സിൽ. പിന്നെ മാർക്ക് കറിഞ്ഞ് എക്സാമിൻ്റെ അത് സയൻസിന് 18, ഇംഗ്ലീഷിൽ 18, ഹിന്ദിക്ക് 17, മാത്സിന് 17.5, പിന്നെ എന്തായാലും സോഷ്യൽ സ്റ്റഡീസിന് 19.5, പിന്നെ മലയാളത്തിന് 15.5. അത് കുറച്ച് ഹാർഡായിരുന്നു. അപ്പോൾ ഇനി ഇഹാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഇഹാൻ അഹമ്മദ് അലി. എൻ്റെ വീട്ടിൽ വിളിക്കുന്ന ഇഹാൻ എന്നാണ്. എനിക്ക് 10 വയസ്സ്. ഈ 2026 എനിക്ക് 11 വയസ്സാണ്. ഞാൻ 5ാം ക്ലാസ്സിലാണ്. ഈ 2026 ഞാൻ 6ാം ക്ലാസ്സിലാവും. ഞാൻ 4ാം ക്ലാസ്സിലാണ്. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പഠിക്കുന്നത് അവരൊക്കെ തന്നെയാണ്. പിന്നെ എൻ്റെ മാർക്കെന്ന് വെച്ചാൽ 5 A+, 1 A ഗ്രേഡും. സയൻസിൽ 17.5, അത് A ഗ്രേഡ് കിട്ടുക. ബാക്കിയെല്ലാം A+. സോഷ്യല് ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ ശരിക്കും. അല്ല, ഞാൻ പഠിച്ചിട്ടില്ല. ഇവൻ ഛർദ്ദിച്ചിട്ട് അപ്പോൾ എനിക്ക് പയ്യാണ്. ഞാൻ പോയി എഴുതി, എന്നിട്ട് എനിക്ക് ഫുൾ മാർക്ക് കിട്ടി. പിന്നെ ഇംഗ്ലീഷ് 18.5, ഹിന്ദി 19, മലയാളം 19, മാത്ത് 19. അല്ല,
ഇവൻ എന്താ വയ്യാണ്ട് പഠിക്കാണ്ട് എഴുതി അത് മമ്മ എന്താ ടീച്ചറിനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എന്താ ഇഹാൻ എക്സാമിന് ഫുൾ മാർക്ക് കിട്ടിയപ്പോൾ മാം വെൽ ഡൺ ഇഹാൻ എഴുതി വെച്ചു. അങ്ങനെ പിന്നെ ഇനി ആനുവൽ എക്സാം ആണ്. ജീവിതത്തിൽ എനിക്ക് ഇതുവരെയായിട്ടും B+ കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയിട്ടുണ്ട്. B+ അങ്ങനെയൊന്നും എടുക്കാൻ പറ്റണ പരിപാടിയല്ലേ B+. എനിക്ക് കഴിഞ്ഞ വർഷം ഇംഗ്ലീഷിനും EVS-നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടൊരു 2 വർഷം 2 വർഷം 3 വർഷം ആവാൻ പോണ്. അടുത്ത വർഷത്തെ April 23-ന് 3ാമത്തെ വർഷം ഞാൻ പറഞ്ഞു. അപ്പോൾ 100 സബ്സ്ക്രൈബേഴ്സാണ്. നിങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ സപ്പോർട്ടായിരുന്നു ഞങ്ങളിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണേ. ഞാൻ ഇപ്പം എന്താ പറയാനാണ്, ഞങ്ങൾ പണ്ട് ചെയ്തൊരു വീഡിയോ ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഡയമണ്ട് പ്ലെയിൻ ബട്ടൺ കിട്ടണം, സിൽവർ കിട്ടണം, ഗോൾഡ് കിട്ടണം. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും വേണ്ട, ജസ്റ്റ് സിൽവറെങ്കിലും കണ്ടാൽ മതി എന്നുള്ളൂ. അല്ല, നിങ്ങളെപ്പോലത്തെ വലിയ യൂട്യൂബേഴ്സ് കുറേ പേരുണ്ടാവും. എന്തൊക്കെയാണ് പുല്ലൂത്തീസ്, ചട്ടമ്പീസ് ഈ മിസ്റ്റർ ബീസ്റ്റ് പോലെ ഞങ്ങൾക്ക് ബിജു മറ്റാള് കേരളയില് ഇവരെ ഏതൊക്കെയൊക്കെ മലയാളി യൂട്യൂബേഴ്സ് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ബിജുവിനെ അറിയില്ലേ ഗൈസ്? അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയൊന്നും എത്താൻ പറ്റൂല. നിങ്ങളുടെ സപ്പോർട്ട് ആണെങ്കിൽ ഞങ്ങൾക്ക് എത്താം. ഇതൊക്കെയാണ് എനിക്ക് പറയാം. ഞങ്ങൾക്ക് 2000 കയറിയിട്ടുണ്ട്. പക്ഷെ അവരൊന്നും സബ്സ്ക്രൈബേഴ്സ് എനിക്കിതാ പറയാൻ, ഞാൻ പോണ എനിക്ക് പറയാൻ പറ്റില്ല. ഇവിടെ അവരോട് പറയാനില്ല. ഗൈസ്, ഇതാ ഇഹാന്റെ സ്വഭാവം. അപ്പൊ നിങ്ങൾക്കറിയായിരിക്കും ഞാൻ കുറെ ടോപ്പിക്സ് കൊണ്ടുണ്ട്. എൻ്റെ ഒരു ആലോചന ഈ വർഷം മുതൽ മീൻസ് 2026 മുതൽ എന്തെങ്കിലും കണ്ടന്റ് സീനായിട്ട് ഞാൻ കൊണ്ടുവരാം. ക്രാഫ്റ്റാ എന്തെങ്കിലും. ക്രാഫ്റ്റ് അത്രക്ക് മതിപ്പൊന്നുമില്ല. ഡാൻസ് സീനാണ് ഞാൻ കേട്ടുള്ളൂ, വേറെ ആരും അങ്ങനെയല്ല. വീട്ടിൽ എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി നല്ലോണം കളിക്കും, പ്രൊഫഷണൽ. ആളുടെ പേര് ആസാസ, എൻ്റെ ക്ലാസ്മേറ്റാ. ഞാൻ ഇപ്പോൾ ജാലക്കളി കളിച്ചാന്ന് വെച്ചാൽ ഞാൻ കളിക്കണ പോലെയല്ല കുട്ടി കളിക്കണം. ഞാൻ പ്രോ അല്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ ഡാൻസ് അറിയായിരിക്കും. Guys, എൻ്റെ ഫേവറേറ്റ് മോണിക്ക ആൻറ്റി കാക്കാടയും എൻ്റെ കാക്ക കളിക്കുന്ന പോലെ ഞാൻ കളിക്കില്ല. പിന്നെ ഏതാ കളിക്കുക? പുതുമഴമേ ഞാൻ കുറേ ഡാൻസ് ഞാൻ മറ്റേ കളിക്കുക. തിങ്കളേ എൻ്റെ ഫേവറേറ്റ് തിങ്കളേ പുത്തിങ്കളേ. കഴിഞ്ഞ
ഗൈസ് ഇതൊക്കെ ഞാൻ കളിക്കണേ, പക്ഷെ കളിക്കണ അത്രയ്ക്ക് വരില്ല. അവളെന്ത് സീനായിട്ടോ കളിക്കണം ഗൈസ്. ഞാൻ കാണിച്ചു തരാൻ പറ്റും തോന്നണം. പറ്റും ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ജാലി ഇത് അറുത്തോ അറുപ്പിക്കലായിട്ടുള്ള എന്താ അത് കളിക്കണേ ഇതാട്ടാ. നോക്കോട്ടെ ഇപ്പൊ കളിയാണ്. അപ്പുറത്തെ എൻ്റെ ക്ലാസ്മേറ്റ് തന്നെ ശ്രീവു. ഞങ്ങൾ ശ്രീവു എന്താ റിയൽ പേര്. ഞങ്ങൾ ക്ലാസ്സിൽ ശ്രീവു എന്ന് കളിക്കാം. ഗായ്സ് എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് വെച്ചാൽ മറ്റേ അവള് ആദ്യം തന്നെ കളിച്ചെന്ന് വെച്ചാൽ സിംഗാരി എൻ്റെ ഫേവറേറ്റ് പാട്ടൊക്കെ അവള് വിളിച്ചെന്ന്. ഗായ്സ് ഇത് 11 മിനിറ്റ് ആയാലോ. ശരിക്കും ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്തില്ലേ, ഡാൻസ് കഴിഞ്ഞ് പാട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഒരു വീഡിയോ എടുത്തതാണ്. ഇനി ആകെ ഒരു ദിവസമുള്ളൂ. ഈ വർഷം കഴിയാത്തോടെ അതാണ് എനിക്ക് സങ്കടം. എനിക്ക് ആരും പോണതും ഒന്നും സങ്കടം. ബട്ട് ഈ വർഷത്തിനെ പരിചയപ്പെട്ടത് ഞാൻ മാനിയതില്ലാത്ത കൂട്ടത്തിലാണ്. അതാണ് എങ്ങനെ കളിക്കണേ. ഇതാ ഞാൻ പറയാനുള്ളത്. 2025 അവസാനിക്കാൻ എനിക്ക് കുറച്ച് ദിവസം കൂടി ബാക്കിയുള്ളൂ. ഈ വർഷത്തിൽ നിങ്ങൾ പരിചയപ്പെട്ടതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്ക് ഈ റീഡ് ഷെയർ ആക്കി. ഹലോ, നിന്നെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഈ വർഷം 2025 നീ എന്ത് സമ്പാദിച്ചു എന്നോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറയും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എന്റെ എല്ലാ സങ്കടങ്ങളും മനസ്സിലാക്കി എന്നെ കൂടെ കട്ടക്കണമെന്ന്. എന്റെ വിജയങ്ങളിലൊക്കെ എന്നെക്കാളും കൂടുതൽ സന്തോഷിച്ച് എന്നെ ചേർത്ത് പിടിച്ച ആളാണ് നീ. സോ എനിക്ക് നിന്നോട് ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. മരണം വരെ നീ എന്റെ കൂടെ ഉണ്ടാക്കണം. കഴിഞ്ഞ വർഷം കഴിയാൻ ഇത്രക്ക് സങ്കടം ഉണ്ടായില്ല. ഈ വർഷം കഴിയായപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. ഫീലിങ്സ് കഴിഞ്ഞ വർഷത്തെ എന്താ ക്രിസ്മസ് എന്ത് നല്ല ഇതായിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. ബട്ട് ഈ വർഷം നല്ല ആൾക്കാർ അറിഞ്ഞിട്ടുകൂടിയില്ല. ബട്ട് കഴിഞ്ഞ വർഷം ന്യൂ ഇയർ ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഈ വർഷം ആൾക്കാരെ അങ്ങോട്ട് ന്യൂ ഇയർ അറിയണ്ട്. ഞാൻ പറഞ്ഞ് ഇപ്പോൾ 14 മിനിറ്റായി. 20 മിനിറ്റ് വരെ എടുക്കാൻ പറ്റുമെങ്കിൽ 20 മിനിറ്റ് വരെ 30 മിനിറ്റ് വരെ എടുക്കാം. ശരിക്കും ഞങ്ങളൊന്നും ചെയ്യണ വീഡിയോസാണോ ഓടി അറിയില്ല. 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് അതുവരെ ഉള്ളൂ. അതുവരെ ഉള്ളൂ. എന്താ ഞങ്ങളുടെ ഈ പ്രാവശ്യം ഞങ്ങൾ 20 വരെ ചെയ്യും. ഉറപ്പ് ഉറപ്പ് ഉറപ്പ്. എനിക്കുണ്ട് ഗൈസ്, ഉറപ്പില്ല. അപ്പോൾ ഞാൻ വീഡിയോ ഇത് മതിയായി.